അതായത് നമ്മുടെ എല്ലാം ബോധ്യം ഉമ്മൻചാണ്ടി ഗണേശിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭദ്രതയ്ക്ക് വേണ്ടി ബലിയാടായി 14 മണിക്കൂർ ചോദ്യം ചെയ്യലിന് മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ വിധേയനായി എന്നാണ്. അതുതന്നെ ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗണേശ് ചില വെളിപാടുകൾ നടത്തി. അദ്ദേഹം പറയുന്നു, ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനെ എല്ലാവരും ആദരാഞ്ജലി അർപ്പിക്കുകയാണ് എങ്കിലും ഗണേഷ് കുമാർ പറയുന്നത് തൻ്റെ കുടുംബത്തിലെ തൻ്റെ 2 മക്കളെ അദ്ദേഹം വേർപെടുത്തി, അതുപോലൊരു ക്രൂരത അദ്ദേഹം ചെയ്തു, ക്രൂരമായിട്ടുള്ള തെറ്റ് തന്നോട് ചെയ്തു എന്നാണ്. ഇപ്പോൾ നമ്മുടെ ബോധ്യങ്ങളെ ആകെ ഞെട്ടിക്കുന്ന ഒരു കാര്യമല്ലേ ഇത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളായി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശപ്പെട്ട വാക്കുകളുടെ കൊടുക്കൽ വാങ്ങലുകളാണ്. ഉമ്മൻചാണ്ടി പുത്രനും ബാലകൃഷ്ണപിള്ളയുടെ മകനും തമ്മിലായിരുന്നു ഈ പൊരിഞ്ഞതല്ല. അത് പത്തനാപുരത്ത് UDF അംഗങ്ങൾ വിജയിച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചടങ്ങിൽ വെച്ചിട്ട് പഴയ സോളാർ കേസ് കുത്തിപ്പൊക്കി ചാണ്ടി ഉമ്മൻ നടത്തിയ ചില പ്രസംഗങ്ങളാണ് ഗണേശൻ ചൊടിപ്പിച്ചത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 വശവും പറയേണ്ടി വരും. ഇപ്പം അമ്മയെ തല്ലിയാലും എന്ന് പറഞ്ഞതുപോലെ പിന്നെ 2 വശമുണ്ട് ഇതിനകത്ത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ തീക്ഷ്ണമായ വാക്കുകളാണ്, മോശപ്പെട്ട വാക്കുകളാണ് അച്ഛന്മാരുടെ പേരിൽ ഈ മക്കൾ പിന്നെ പറഞ്ഞു വെച്ചത്. എന്നിട്ട് പറഞ്ഞു, പിന്നെ രസകരമായ കാര്യം, കൂടുതൽ പറഞ്ഞാൽ അന്തസ്സുകേടായി പോകും. തന്തയ്ക്ക് തള്ളയും പറഞ്ഞിട്ട് പറയുകയാണ്, കൂടുതൽ പറഞ്ഞാൽ പിന്നെ അന്തസ്സുകേടായി പോകും. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ വളരെ അന്തസ്സിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഇവർ പറഞ്ഞത്. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, മേൽക്കോയ്മ സ്ഥാപിക്കാനായിട്ട്. അതായത് ഈ ഉമ്മൻചാണ്ടിയും ബാലകൃഷ്ണപിള്ളയും ഒക്കെ പിന്നെ പുലർത്തിയ വളരെ പിന്നെ ഈ രാഷ്ട്രീയ വൈരികളോട് പോലും പിന്നെ പുലർത്തിയിരുന്ന പിന്നെ അവർക്കെതിരെ പോലും പറഞ്ഞിരുന്ന ചില വാക്കുകളെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, ബാലകൃഷ്ണപിള്ള ഭംഗിയായിട്ട് വാക്കെടുത്ത് ഉപയോഗിക്കുന്ന മനുഷ്യനായിരുന്നു. മന്ത്രിസ്ഥാനം പോലും പോയിട്ടുള്ള ആ പഞ്ചാബ് മോഡൽ പ്രസിഡന്റ് അങ്ങനെ പോയിട്ടുള്ള ആളാണ്. അതിൽ നിന്ന് കുറവല്ലാത്ത ഒരു നാക്കടി ശീലം, നാവാട്ട് ശീലമാർക്ക് കിട്ടിയിട്ടുണ്ട്, ഗണേശന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ രണ്ടും 2 തലങ്ങളിലാണ്. ഇവിടെ പരസ്യമായി നിന്ന് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്, ഗണേശ് പറഞ്ഞത്, ചാണ്ടി ഉമ്മൻ വെറും കൂലിത്തല്ലുകാരനെന്നാണ്, ഒരു സഭ്യമില്ലാതെ പെരുമാറുന്നവെന്നാണ്. പറഞ്ഞാൽ ഞാൻ ഇനിയും പലതും പറയും എന്നാണ്. വെറുതെ വായിൽ വിരലിട്ട് ഇളക്കരുത് എന്നാണ്. അത്ര കടുപ്പമുള്ള വാക്കുകൾ പറഞ്ഞു. അത് സോളാർ കേസിൽ അതേസമയത്ത് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് ഈ 18 പേജുള്ള റിപ്പോർട്ട് അങ്ങനെ 21 24 എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ അതായത് ഉമ്മൻചാണ്ടിക്കെതിരെ ഗണേഷ് മൊഴി കൊടുത്തു എന്നുള്ളടത്തു നിന്നാണ് ഈ സംഭവം വരുന്നത്. മാത്രമല്ല, ഗണേഷിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കൊട്ടാരക്കര കോടതിയിൽ ഗണേഷിനെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട്, ഇന്ന് വരെ ഹാജരായിട്ടുമില്ല. തൻ്റെ വക്കീൽ കൃത്യമായി അവിടെ ഹാജരാകുന്നുണ്ട് താനും. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തനിക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധമാക്കി കൊടുത്തൊരു കേസാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ സിനിമാ നടൻ ജഗദീഷ് നിന്നപ്പോൾ ഇതുപോലെ ഒരുപാട് ആരോപണങ്ങൾ പിന്നെ നമ്മളന്ന് കണ്ടിരുന്നു. അപ്പോൾ ഇത് കേവലമായ ആരോപണങ്ങളാണ്, എനിക്ക് രാഷ്ട്രീയം ഭംഗിയായിട്ട് അറിയാം, നാവ് ശരിയായിട്ട് എനിക്ക് വഴങ്ങും, കൂടുതൽ സംസാരിച്ചതിൽ അപ്പുറം ഞാൻ വിളിച്ചു പറയും, പലതും ഞാൻ വിളിച്ചു പറയും, അന്ന് ഇവിടെ വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങളെ സഹായിച്ച ആരൊക്കെ എനിക്ക് ഭംഗിയായിട്ട് എനിക്ക് അറിയാം, അപ്പോൾ ഇതൊന്നും വച്ചിട്ടുള്ള കളി എന്നോട് വേണ്ട എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞത്. എന്നെ പത്തനാപുരത്തെ ജനങ്ങൾക്കറിയാം, ഇവിടെ പിണറായി വിജയൻ പറയുമ്പോൾ കേരളത്തെ ജനങ്ങൾക്ക് എന്നെ അറിയാം എന്ന് പറഞ്ഞതുപോലെ. പക്ഷേ അതിനെ അദ്ദേഹം കൗണ്ടർ ചെയ്യുന്നതെന്ന് പറയുന്നത് പിന്നെ CPM അതിക്രൂരമായി വേട്ടയാടിയ സമയത്തും ഉമ്മൻചാണ്ടിയല്ലേ ചേർത്ത് നിർത്തിയത് എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ മറുപക്ഷം എന്ന് പറയുന്നത്, ഉമ്മൻചാണ്ടി അങ്ങനെ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പിതാവ് മരിക്കും മുമ്പ് അദ്ദേഹം അങ്ങനെ അത്തരത്തിലൊന്നും ചെയ്തിരിക്കാനിടയില്ല എന്ന എൻ്റെ പിതാവിൻ്റെ വാക്ക് മാനിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെതിരെ മൊഴി കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. 2 പേരിൽ ആരെ വിശ്വസിക്കും നമ്മുടെ സമൂഹം എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞാൽ പത്തനാപുരത്ത് വന്നാണ് ഇത് ചെയ്തത് എന്നുള്ളതിന് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കണക്കിന് അത് നിലനിൽപ്പിൻ്റെ ഒരു വിഷയമായി മാറിയതുകൊണ്ട് ഗണേശന് മറുപടി കൊടുക്കാതിരിക്കാനും കഴിയില്ല. കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ചാണ്ടി ഉമ്മന് പിന്നെ ലഭിച്ചിരിക്കുന്ന നാവിലും കുറച്ച് കൂടുതൽ വഴങ്ങുന്ന നാക്ക് ആണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള സംസാരമാണ് അദ്ദേഹം പറഞ്ഞത്. വാസ്തവത്തിൽ പരലോകത്തിരുന്ന് ഇവരൊക്കെ ഇതൊക്കെ കണ്ട് ചിരിക്കുകയായിരിക്കും ഈ മക്കളുടെ. പരലോകം മാത്രമല്ല, ഇഹലോകത്തിരുന്നും തറയായി പോവുകയാണ് നമ്മുടെ രാഷ്ട്രീയം. 3-ാം കിടയുമല്ല 4-ാം കിട തരികിട വേലകളായിട്ട് രാഷ്ട്രീയത്തിൻ്റെ നിലവാരം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലം പുരോഗമിക്കുമ്പോഴും നമ്മുടെ രാഷ്ട്രീയം അധോഗതിയിലേക്കും പശ്ചാത്ഗമനത്തിലേക്കും എത്തി.
വളരെ അതായത് നമ്മുടെ അതാണ് ഇവരെല്ലാം പഴയ രാഷ്ട്രീയക്കാരെയൊക്കെ എടുത്ത് നോക്കണം. എത്ര ഭംഗിയായിട്ടാണ് രാഷ്ട്രീയ മറുപടികൾ അവർ കൊടുത്തിട്ടുള്ളത്. അത് ഇല്ലെന്ന് പറയുന്നില്ല. നമ്മളിപ്പോൾ ഉള്ള രാഷ്ട്രീയത്തിലുള്ള ചെറുപ്പക്കാരെ നമ്മൾ ഒരിക്കലും അവമതിപ്പോടെ കാണുന്നില്ല. പക്ഷെ അവർ കുറച്ചുകൂടിയൊക്കെ ഇപ്പോൾ ന്യൂജൻ വാക്കുകളൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷെ അങ്ങനെ അല്ലത്. സ്വാഭാവികമായിട്ട് കാലഘട്ടത്തിനനുസരിച്ച് ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ വാക്കുകൾ ഉരുത്തിരിഞ്ഞ് വരും, അത് ഉപയോഗിച്ചു വരും. പക്ഷേ അതിനൊക്കെ ഒരു നിലവാരമില്ല, മറുപടിക്കൊരു രീതിയില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് 4 വോട്ടിന് വേണ്ടി, പക്ഷേ ആ വോട്ടാണ് വരുന്നില്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ 4 വോട്ടിന് വേണ്ടി ഈ അച്ഛൻ ചെയ്തതും അമ്മ ചെയ്തതും ഒക്കെ അങ്ങ് വിളിച്ച് പറയുക. ഇപ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യം, ഇപ്പോൾ സാന്ദർഭികവശാൽ അകത്തായി കിടക്കുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കരുണാകരൻ്റെ ഭാര്യയെ പറഞ്ഞൊരു സംഭവം അത് പറയുന്നു. കരുണാകരൻ അപ്പം ഇത് ഒരു പരിധി കഴിഞ്ഞ് വീട്ടിലിരിക്കുന്നവരെ പറയണമോ വേണ്ടയോ എന്ന് ഇപ്പോഴത്തെ തലമുറ ചിന്തിക്കേണ്ടത്. ഇദ്ദേഹം പറഞ്ഞത് എൻ്റെ 2 കുഞ്ഞുങ്ങളെ വേർപിരിപ്പിച്ചത് ഉമ്മൻചാണ്ടിയാണെന്നാണ്. അതായത് വഴക്കുകൾ മറന്നേക്ക് പുറത്തു വരികയാണ്. അപ്പോൾ എന്നിട്ട് ഇന്ന് മറ്റൊരു മന്ത്രിപുത്രൻ, നമ്മുടെ ബേബി ജോണിൻ്റെ പുത്രൻ, സ്വാഭാവികമായിട്ടും ബേബി ജോൺ പിന്നെ ചാണ്ടി ഉമ്മനെ അനുകൂലിച്ച് വന്നിട്ടുണ്ട്. അത് അവരുടെ സ്വാഭാവികമായിട്ട് ഒരു, പക്ഷെ 2 മുന്നണികളായിരുന്നെങ്കിൽ ഇതായിരിക്കുമോ അഭിപ്രായം? ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ഒറ്റക്കെട്ടായി നിന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് ഏറെ വീറും വാശിയോടെ ഉള്ളതാകും എന്നുള്ളതിന് തെളിവുകളായി പോലും നമുക്ക് ഈ വാക്കുകൾ. ഇക്കണക്കിന് പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുന്നതോടുകൂടി, തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി എന്തെല്ലാമാണ് നമ്മുടെ ആൾക്കാർ കാണേണ്ടി വരിക എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ പറയാതെ ഒരു കാര്യം ഗണേശൻ പറഞ്ഞു വെച്ചു, ഉമ്മൻചാണ്ടി അഴിമതിക്കാരനാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ മരണശേഷം വളരെ പരിശുദ്ധനായി മാറുന്ന ഒരവസ്ഥയാണ് ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നത്. പക്ഷേ നമ്മളാരുമല്ല പറഞ്ഞത്, അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. നെല്ലിയാമ്പതി ഭൂമി പതിച്ചു കൊടുക്കാഞ്ഞിട്ടാണോ ഇത് ചെയ്തതെന്നുള്ളത് ചോദിച്ചു. വാസ്തവത്തിൽ അതിനിടയിൽ നിന്ന് നമുക്ക് പിന്നെ പെറുക്കിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ അതുകൂടി അത് അന്വേഷിക്കേണ്ടതാണ്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ വളരെ സസൂക്ഷ്മം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് പറയുക, ആ വനഭൂമി പതിച്ചു കൊടുക്കാഞ്ഞിട്ടാണോ ഈ സംഭവം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിരുന്നിരിക്കണം. അതെന്താ പതിച്ചു കൊടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഒരു അണ്ടർസ്റ്റാൻഡിങ് ത്തിലെത്തുന്ന വിവിധ കക്ഷികൾ തമ്മിലുണ്ട് എന്നതിന് തെളിവും കൂടിയാണ് ഇത്, ഈ ഭൂമി പതിച്ചു കൊടുക്കാഞ്ഞിട്ടുള്ളത്. അത് ഒരു വഴക്ക് വന്നപ്പോൾ പുറത്തു പറഞ്ഞു. പലപ്പോഴും വഴക്ക് വരാത്തത് ഇത്തരത്തിൽ പലതും വിളിച്ച് പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ്. അദ്ദേഹം വീണ്ടും പറയുന്നു, പലതും ഞാൻ ഇനിയും വിളിച്ച് പറയും, പോക്കറ്റിൽ പലതുമുണ്ട്, ഈ കളി എന്നോട് വേണ്ട, വായിൽ വിരട്ടിളക്കണ്ട. അപ്പോൾ വളരെ കൃത്യമാണ്, രാഷ്ട്രീയ അഴിമതിയിൽ നിന്ന് ആരും മുക്തരല്ല എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന ചില കാര്യങ്ങളും കൂടി ഈ വഴക്കിനുള്ളിൽ നിന്ന് പുറത്തു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വഴക്ക് കൂടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മന്ത്രിപുത്രന്മാർക്ക് പലതും അറിയാം. ഇനി ഇവരൊക്കെ തമ്മിൽ ഒരു കോംപ്രമൈസിൽ പിന്നെ എത്തുകയും ചെയ്യുമായിരിക്കാം. കാരണം അങ്ങനെ ഇതാണല്ലോ കേരളത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വാസ്തവത്തിൽ പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. അതാണ് ഈ ഇടത് വലത് മുന്നണികൾ മുമ്പ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. മൂന്നാമതൊരു മുന്നണിക്ക് ഇടം കൊടുക്കരുത് എന്ന് ഇവർക്ക് ആഗ്രഹമുള്ളത് അതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ ഉള്ളതല്ലേ മഷീദ് കണ്ടത്? അങ്ങനെ തന്നെയാണ്. അങ്ങനെ എന്ന് മാത്രമല്ല, ഒരു ദേവസ്വം ബോർഡ് തന്നെയാണ് ഈ രാഷ്ട്രീയ നേതൃത്വവും എന്നുള്ളതിൻ്റെ കൂടി ഒരു ഉദാഹരണമാണ്. പരസ്പരം പഴിചാരുമ്പോഴും പരസ്പരം വിഴുപ്പലക്കുമ്പോഴും മാത്രമാണ് നമ്മളിതറിയുന്നത്. വൻതോതിലുള്ള വെട്ടിപ്പും കൊള്ളയും എല്ലാം ഒറ്റയാളിനെയും വിശ്വസിക്കാൻ പറ്റില്ല. ശബരിമലയിലെ തന്ത്രിയെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതുപോലെ ഒറ്റ മന്ത്രിയെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യാപ്തിയുള്ള കൊള്ളയാണ് ശബരിമലയിൽ പുണ്യപാവന പൂങ്കാവനമായ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു ശബരിമലയിൽ നടന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആധ്യാത്മിക ഒരു സന്നിധാനത്ത് അങ്ങനെ നടക്കുമ്പോൾ അത്രയൊന്നും ആധ്യാത്മികമല്ലാത്ത ഈ ഭൗതികമായ സാഹചര്യങ്ങളിൽ അതിലും വലിയ കൊള്ളകൾ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണിത്. ഒറ്റയാളിനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ജനങ്ങൾക്കിതിന് മറുപടി പറയാവുന്ന അടുത്ത തെരഞ്ഞെടുപ്പിലാണ്. ഇങ്ങനെയുള്ള അഴിമതികളുടെ അധികാരത്തിൻ്റെ ബാധയില്ലാത്ത ആൾക്കാരെ ഈ 2020 പോലുള്ള അതിനൊക്കെ കൂപ്പം നിൽക്കുക എന്നുള്ളതല്ലാതെ, അങ്ങനെയാണ് ഡൽഹിയിലൊക്കെ AAPയെ ജനങ്ങൾ ഭരിച്ചത്, അഴിമതി കൊണ്ട് മനം മടുത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് വേണ്ടി വരുന്ന ഒരു ഘട്ടമാണ് കേരളത്തിലും ഉള്ളതെന്നാണ് ഇത് നൽകുന്ന സൂചനകൾ. അതായത് ഈ വികസനം പുരോഗമനം എന്നൊക്കെ പറയുന്നത് കേവലം മത്സരിക്കുന്നവർക്കും അവരുടെ കുടുംബങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന ഒരവസ്ഥയാണെന്നാണ് മാഷ് പറഞ്ഞു വരുന്നത്. അത് പക്ഷേ പലപ്പോഴും പുറത്തു വരുന്നത് ഇത്തരത്തിലുള്ള വഴക്കുകൾ കൂടിയാണ്. വഴക്കുകളില്ലെങ്കിൽ അതൊന്നും പുറത്തു വരില്ല. വഴക്കും ഒരു പരിധിക്കപ്പുറം പോകാതിരിക്കാൻ ഇവർ വളരെ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യും. പക്ഷേ എങ്കിലും ഞാൻ തോറ്റിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ജനങ്ങളോട് വോട്ടിന് വേണ്ടി ഈ മന്ത്രിപുത്രന്മാരുടെ പിന്നെ
ഒരു അവരവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു താരതമ്യം നമ്മളതെന്ന് വെച്ചാൽ പഴയ നേതാക്കൾ ഇങ്ങനെ അല്ലായിരുന്നു. കുറച്ചുകൂടി ഭംഗിയായി വാക്കുകളെടുത്ത് പെരുമാറുമായിരുന്നു. വളരെ രൂക്ഷമായി പറയുമ്പോഴും ആ വാക്കുകൾ അത്രയൊന്നും ഇവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇവർ പെട്ടെന്ന് നിലവാരം താഴ്ന്നു. അത് അവരെന്നെ ആലോചിക്കട്ടെ. ഇവരാണെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ വഴക്കുകൾ തീർക്കാൻ എത്തേണ്ട സാധാരണക്കാരുടെ. അത് എത്ര അളവ് വരെ അവർക്ക് സാധ്യമാകും എന്നുള്ളത് ഇതൊക്കെ വെച്ച് കണക്കുകൂട്ടാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.